ഒരു വിദേശ ഇനം ഫ്രൂട്ടാണ് സലാക്ക. നമ്മുടെ കാലാവസ്ഥയിലും നന്നായി വളരുന്നുണ്ട് ഈ സലാക്ക ഫ്രൂട്ട്. തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സലാക്ക് കാണപ്പെടുന്നത്. പാമ്പിൻ തൊലി എന്ന അർത്ഥം വരുന്ന സലാക്ക വാക്കിൽ നിന്നാണ് സലാക്ക് എന്ന പേര് ലഭിച്ചത്. ഒരു പനവർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ ഫ്രൂട്ട്. പാമ്പിൻ്റെ തൊലിയോട് ഏറെ സാദൃശ്യമുള്ള ചിതമ്പലോട് കൂടിയ തൊലിയാണ് സലാക്ക ഫ്രൂട്ടിനുള്ളത്. ഇത് പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ വലിയൊരു വെളുത്തുള്ളി പോലെ തോന്നിക്കുന്ന ഫ്ലഷ് നമുക്ക് ലഭിക്കും. ചക്കയുടെയും പൈനാപ്പിളിൻ്റെയും സമ്മിശ്ര ടേസ്റ്റാണ് ഈ പ്ലാന്റ് വെച്ച് 4-ാം വർഷം മുതൽ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങും. പെൺ സലാക്കയിലാണ് പഴങ്ങൾ ഉണ്ടാവുക. പ്ലാന്റ് നടുമ്പോൾ ആൺപെൺ 2 സസ്യങ്ങളായി നടേണ്ടതുണ്ട്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് സലാക്കപ്പഴം വിളയുന്നത്. ആർദ്രമായ കാലാവസ്ഥയാണ് ചെടിക്ക് അനുയോജ്യം. ഇടുക്കി, വയനാട്, പത്തനംതിട്ട, കണ്ണൂർ, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിലെ വനങ്ങളിൽ സമൃദ്ധമായി വളരും സലാക്ക. വരണ്ട പ്രദേശങ്ങളിൽ അത്രയ്ക്ക് അനുകൂലമല്ല ഈ പ്ലാന്റിന്. 2.5 ഇഞ്ച് നീളമുള്ള കൂർത്ത കട്ടിയുള്ള മുള്ളുകൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അതുകൊണ്ടായിരിക്കും വന്യമൃഗങ്ങളെ അകറ്റുമെന്ന് പറയപ്പെടുന്നത്. 1/2 മീറ്റർ ഇടവിട്ട് 2 വരിയായി ഈ ചെടി വനാതിർത്തിയിൽ നട്ടാൽ ശക്തമായ ഒരു ജൈവവേലി തീർക്കാമെന്നും കാട്ടാനശല്യം ഒഴിവാക്കാൻ ഒന്നാന്തരം മാർഗമാണെന്നും വിലയിരുത്തപ്പെടുന്നു.